ഫ്രണ്ട്സ്, സ്വാമി അയ്യപ്പൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ കഥകളിൽ കുറെ കൂടി ആധികാരികമെന്ന് വിശ്വസിക്കാവുന്ന ഒരു പുരാണ കഥയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശിവഗിരിയിൽ താമസമാക്കിയ ചെമ്പഴങ്ങാട്ട് കോവിലകം രാജവംശം ഭരിച്ചിരുന്ന രാജ്യമായിരുന്നു പന്തള രാജ്യം. ആ വംശമുറയിലെ ഒരു രാജാവായിരുന്നു രാജശേഖര രാജാവ്. സമർത്ഥനും ധീരനും നീതിമാനുമായിരുന്നു രാജശേഖര രാജാവ്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ പ്രജകൾ അതീവ സംതൃപ്തരായിരുന്നു. എങ്കിലും പുത്രഭാഗ്യമില്ലാതെ പോയതിൽ രാജാവ് ദുഃഖിതനായിരുന്നു. രാജാവിൻ്റെ കാലശേഷം രാജ്യം ഭരിക്കാൻ ഒരു രാജകുമാരൻ ഇല്ലാതെ പോയതിൽ പ്രജകളും ദുഃഖിച്ചു. ഒരിക്കൽ പന്തളം രാജാവ് പരിവാരസമേതം പമ്പാതീര വനാന്തരങ്ങളിൽ കാടിളക്കിക്കൊണ്ട് നായാട്ടിൽ വ്യാപരിക്കുകയായിരുന്നു. നായാട്ടു നിർത്തി വിശ്രമിക്കാൻ അനുചരന്മാരെ അനുവദിച്ചിട്ട് രാജാവ് പമ്പാതീരത്തെത്തി വിശ്രമത്തിലാണ്ടു. അവിടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടിരുന്ന രാജാവ് പെട്ടെന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഞെട്ടി. ശബ്ദം കേട്ട് ആ ദിക്കിലേക്ക് നീങ്ങിയ രാജാവ് അവിടെ ഒരു കുഞ്ഞിനെ കണ്ടു. ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കണമോ അതോ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകണമെന്നോ എന്ന സംശയത്തിലായിരുന്നു രാജാവ്. അങ്ങനെ സംശയിച്ചു നിന്ന രാജാവിൻ്റെ മുന്നിൽ തേജോരൂപിയായ ഒരു സന്യാസി വന്നു നിന്നു. അല്ലയോ രാജശ്രേഷ്ഠ, എന്തിന് സംശയിക്കുന്നു? ഇവനെ രാജകൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. ഇവൻ അങ്ങയുടെ എല്ലാ സുഖദുഃഖങ്ങൾക്കും നിദാനമാണ്. ഈ കുട്ടി ക്ഷത്രിയ വംശത്തിൽ പിറന്നവനാണ്. കഴുത്തിൽ വിശിഷ്ടമായ മണിമാല കിടക്കുന്നത് കണ്ടില്ലേ? അതിനാൽ ഇവന് മണികണ്ഠൻ എന്ന് പേരിടുക. 12 വയസ്സ് തികയുമ്പോൾ ഈ കുട്ടി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. മംഗളം ഭവിക്കട്ടെ എന്നു പറഞ്ഞ് ആ സന്യാസി കാട്ടിലേക്ക് മറഞ്ഞു. ഹരിഹരപുത്രനായ സാക്ഷാൽ അയ്യപ്പസ്വാമിയായിരുന്നു ആ കുട്ടി. ചണ്ഡികാദേവിയാൽ കൊല്ലപ്പെട്ട രംഭൻ്റെ സഹോദരൻ കരമ്പൻ്റെ പുത്രി മഹിഷി തൻ്റെ പിതൃസഹോദരൻ്റെ മരണത്തിന് കാരണക്കാർ ദേവന്മാരാണെന്ന് മനസ്സിലാക്കി. ഇതിനു പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ച മഹിഷി ഉഗ്ര തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. ഹരനും ഹരിയും ചേർന്നുണ്ടാകുന്ന ഒരു പുത്രനു മാത്രമേ തന്നെ വധിക്കാൻ കഴിയൂ എന്ന വരമാണ് അവൾ ആവശ്യപ്പെട്ടത്. വരം നേടിയ മഹിഷി ദേവലോകത്ത് പരാക്രമം കാണിച്ചു. ഈ മഹിഷിയെ വധിക്കുക എന്നതാണ് ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിയുടെ ജന്മലക്ഷ്യം. അങ്ങനെ മണികണ്ഠനെ രാജാവ് പന്തളം കൊട്ടാരത്തിലെത്തിച്ചു. കുഞ്ഞിനെ കണ്ട രാജ്ഞി അതീവ സന്തോഷവതിയായി. അങ്ങനെ മണികണ്ഠൻ വളർന്നു വന്നു. പ്രഗത്ഭനായ ഒരു ഗുരുവിന് കീഴിലായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം. പഠനകാലത്ത് തന്നെ മണികണ്ഠൻ ദൈവതുല്യനായ ഒരു വ്യക്തിയാണെന്ന് ഗുരുവിന് മനസ്സിലായി. ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം മണികണ്ഠൻ്റെ ഗുരുനാഥൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത് സംസാരശേഷിയും കേൾവിശേഷിയുമില്ലാത്ത തൻ്റെ മകൻ്റെ വൈകല്യങ്ങൾ മാറ്റിത്തരണമെന്നായിരുന്നു. അങ്ങനെ ഭവിക്കട്ടെ എന്ന് മണികണ്ഠൻ പറയുകയും ഗുരുവിൻ്റെ മകന് തൻ്റെ വൈകല്യങ്ങൾ മാറി പുതിയൊരു ജീവിതം ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഇതേ കാലത്തു തന്നെ പന്തളം രാജ്ഞിക്ക് മറ്റൊരു കുഞ്ഞ് ജനിച്ചു. ചെറുപ്പത്തിലെ തന്നെ മണികണ്ഠനെ ഇഷ്ടമില്ലാതിരുന്ന മന്ത്രി അദ്ദേഹത്തെ നിരവധി തവണ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം പരാജയമായിരുന്നു. ഇവിടെയെല്ലാം പരാജയപ്പെട്ടപ്പോൾ മന്ത്രി റാണിയുടെ അടുത്തെത്തി. സ്വന്തം പുത്രനിരിക്കെ കാട്ടിൽ നിന്നും കൊണ്ടുവന്ന ഒരുവന് രാജ്യം നൽകാൻ രാജാവ് തീരുമാനിച്ചു കഴിഞ്ഞു. റാണി ആലോചിച്ച് വേണ്ടത് ചെയ്തില്ലെങ്കിൽ രാജ്യം അന്യാധീനപ്പെട്ടു പോകും. റാണിക്ക് എതിരില്ലായെങ്കിൽ ഒരു ഉപായം പറയാം. റാണി കഠിനമായ തലവേദന ഭാവിച്ചു കിടക്കുക. അസുഖം മാറാൻ പുലിപ്പാൽ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് വൈദ്യനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. അപ്പോൾ മണികണ്ഠൻ മാത്രമേ പുലിപ്പാലിന് വേണ്ടി കാട്ടിൽ പോവുകയുള്ളൂ. പോയാൽ വന്യമൃഗങ്ങളിൽ നിന്ന് അപായം സംഭവിക്കും. പാല് കിട്ടാതെ അവൻ തിരിച്ചു വരികയുമില്ല. വന്നാൽ തന്നെയും രാജാവിന് പഴയതുപോലെ സ്നേഹം കാണുകയില്ല. എന്നിങ്ങനെയുള്ള മന്ത്രിയുടെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് എന്തു ത്യാഗം സഹിച്ചും സ്വന്തം മകനെ രാജാവാക്കാൻ റാണി തീരുമാനിച്ചു. ദുഷ്പ്രേരണയ്ക്ക് വിധേയയായ റാണി സഹിക്കവയ്യാത്ത തലവേദന ഭാവിച്ച് നിലവിളിച്ചു. ശുദ്ധാത്മാവായ രാജാവ് മന്ത്രിയെ വിളിച്ച് ഉയർന്ന വൈദ്യന്മാരെ കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. വൈദ്യന്മാർ വന്നു റാണിയെ പരിശോധിച്ചു. ഇത് കഠിനമായ രോഗമാണെന്നും പുലിപ്പാൽ മാത്രമാണ് ഏക പ്രതിവിധിയെന്നും അവർ വിധിച്ചു. പുലിപ്പാലിനു വേണ്ടി സൈന്യത്തെ രാജാവ് കാട്ടിലേക്ക് അയച്ചു. എന്നാൽ നിരാശയോടെ അവർ തിരിച്ചു മടങ്ങി. അങ്ങനെ തൻ്റെ ദുർവിധിയിൽ ദുഃഖിച്ചിരുന്ന രാജാവിനോട് മണികണ്ഠൻ പറഞ്ഞു, അച്ഛാ, പുലിപ്പാലിനായി കാട്ടിൽ പോകാൻ എന്നെ അനുവദിക്കണം. ഞാനുള്ളപ്പോൾ അച്ഛൻ ദുഃഖിക്കാൻ പാടില്ല. പുലിപ്പാൽ കൊണ്ടുവന്ന് റാണിയെ രക്ഷിച്ചില്ലെങ്കിൽ പാപമാണ്. എന്നാൽ യുവരാജാവാകേണ്ട മണികണ്ഠനെ കാട്ടിലേക്ക് തള്ളിവിടാൻ തയ്യാറല്ല എന്നായിരുന്നു രാജാവിൻ്റെ മറുപടി. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി രാജാവ് മണികണ്ഠനെ കാട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പുറപ്പെട്ട മണികണ്ഠൻ ആഹാര സാധനങ്ങളും ശിവൻ്റെ ഓർമ്മയ്ക്കായി മുക്കണ്ണുള്ള ഒരു തേങ്ങയും തുണിയിൽ കെട്ടിക്കൊണ്ടുപോയി.
ശിവന്റെ പഞ്ചഭൂതങ്ങളോടൊപ്പം മണികണ്ഠൻ കാട്ടിലെത്തി. അതേസമയം മഹിഷി ദേവലോകത്ത് ആക്രമണം നടത്തുകയായിരുന്നു. മഹിഷിയുടെ ഈ പരാക്രമണങ്ങളറിഞ്ഞ് ദേവലോകത്ത് ചെന്ന മണികണ്ഠൻ മഹിഷിയെ ഭൂമിയിലേക്ക് തള്ളിട്ടു. അഴുതാ നദിക്കരയിൽ വീണ മഹിഷിയുമായി യുദ്ധം തുടർന്നു. അന്ന് അഴുതാ നദിക്കരയിൽ നടന്ന യുദ്ധത്തിൻ്റെ അവസാനം മഹിഷി പ്രാണവേദനയോടെ തറയിൽ വീണു. മഹിഷിയുടെ വിരിമാറിൽ മണികണ്ഠൻ നൃത്തം ചെയ്തു. ദേവലോകവും ഭൂമിയും കുലുങ്ങി. ദേവകൾ ഭയന്നു വിറച്ചു. മഹാവിഷ്ണുവും പരമശിവനും കാളകെട്ടി എന്ന സ്ഥലത്തു നിന്ന് ഇത് നോക്കിക്കണ്ടു. ഗാവലൻ എന്ന മഹർഷിയുടെ മകളായി പിറന്ന ലീല സ്വന്തം ഭർത്താവിൻ്റെ ശാപത്താൽ മഹിഷി മുഖത്തോടുകൂടി ഭൂമിയിൽ ജനിച്ചു. മണികണ്ഠൻ്റെ കൈകളാൽ കൊല്ലപ്പെട്ട മഹിഷിക്ക് അങ്ങനെ മോക്ഷം ലഭിച്ചു. മഹിഷി വധത്തിനു ശേഷം പുലിപ്പാലിനു വേണ്ടി മണികണ്ഠൻ യാത്ര തുടർന്നു. വഴിമധ്യേ പരമശിവൻ മണികണ്ഠന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വഴിമധ്യേ ദേവേന്ദ്രൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് പരമശിവൻ മറഞ്ഞു. ശിവൻ പറഞ്ഞതുപോലെ ദേവേന്ദ്രനെ മണികണ്ഠൻ കണ്ടുമുട്ടി. ദേവസ്ത്രീകൾ പെൺപുലികളായും ദേവന്മാർ അവരുടെ കുട്ടികളായും ദേവേന്ദ്രൻ ആൺപുലിയായും മാറി. ആൺപുലിയായി മാറിയ ദേവേന്ദ്രനെ മുകളിൽ കയറി മണികണ്ഠൻ കൊട്ടാരത്തിലേക്ക് യാത്രയായി. പുലിക്കൂട്ടത്തോടൊപ്പം മണികണ്ഠൻ ക്ഷണനേരം കൊണ്ട് കൊട്ടാര പരിസരത്തെത്തി. പുലിപ്പാലിനു വേണ്ടി മണികണ്ഠൻ കാട്ടിലേക്ക് പുറപ്പെടുന്നത് കണ്ട നാട്ടുകാർ തിരിച്ചു വരുമ്പോൾ തങ്ങൾക്ക് കളിക്കാൻ ഒരു പുലിക്കുട്ടിയെ കൂടി കൊണ്ടുവരണമെന്ന് പറഞ്ഞു പരിഹസിച്ചവർ യഥാർത്ഥത്തിൽ പുലിക്കുട്ടിയെ കണ്ട് ഭയന്ന് അലറിക്കൊണ്ട് നാലുപാടും ഓടി. ഇതേ സമയം രാജകൊട്ടാരത്തിലെത്തിയ അഗസ്ത്യമുനി രാജാവിനെയും രാജ്ഞിയെയും മന്ത്രിയെയും മണികണ്ഠൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് പറഞ്ഞു മനസ്സിലാക്കും. അങ്ങനെ മണികണ്ഠൻ രാജകൊട്ടാരത്തിലെത്തി. പിതാവിനെ കണ്ട മാത്രയിൽ മണികണ്ഠൻ പുലിപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, പ്രഭു, ഇതാ പുലികൾ എത്തിയിരിക്കുന്നു. റാണിയുടെ അസുഖം മാറാൻ പാൽ കറന്നെടുത്തിട്ട് ഇവറ്റകളെ മടക്കി വിട്ടാലും. രാജാവ് മണികണ്ഠൻ്റെ കാൽക്കൽ ഭക്തി പുരസ്സരം വണങ്ങി. അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിച്ചു. അങ്ങ് കാട്ടിൽ പോയപ്പോൾ തന്നെ റാണിയുടെ അസുഖം മാറി. പുലികളെ മടക്കി അയച്ചാലും എന്നപേക്ഷിച്ചു. അങ്ങനെ മണികണ്ഠൻ പുലികളെ കാട്ടിലേക്ക് മടക്കി അയച്ചു. തെറ്റുകൾ ഏറ്റുപറഞ്ഞ റാണിക്കും മന്ത്രിക്കും അദ്ദേഹം മാപ്പു നൽകി. എല്ലാം ദേവകാര്യത്തിനായിരുന്നു. എൻ്റെ അവതാരോദ്ദേശം സഫലമായിരിക്കുന്നു. ഇനി ഞാൻ ദേവലോകത്തേക്ക് മടങ്ങുകയാണ്. അങ്ങ് എൻ്റെ മേൽ വെച്ചിട്ടുള്ള ഭക്തിയിൽ ഞാൻ സംതൃപ്തനാണെന്നും രാജാവിനോട് മണികണ്ഠൻ പറഞ്ഞു. അപ്പോൾ രാജാവ് ഭഗവാന്റെ ഓർമ്മയ്ക്കായി ഒരു ക്ഷേത്രം പണിയാനുള്ള അനുവാദവും സ്ഥലവും നിർദ്ദേശവും വരമായി ആവശ്യപ്പെട്ടു. മണികണ്ഠൻ അമ്പെടുത്തു തൊടുത്തുവിട്ടു. അത് ചെന്നു വീഴുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയാൻ ഭഗവാൻ മണികണ്ഠൻ അരുൾ ചെയ്തു. ആ അമ്പ് ചെന്നു വീണത് ശ്രീരാമ അവതാരകാലത്ത് ശബരി എന്ന തപസ്വിനി തപസ്സു ചെയ്തിരുന്ന ശബരിമലയിൽ ആയിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ ശബരിമല ക്ഷേത്രം അവിടെ ഉയർന്നത്. മണികണ്ഠൻ്റെ വേർപാടിൽ ദുഃഖിതനായിരുന്ന രാജാവിനെ അഗസ്ത്യമുനി വന്ന് സമാധാനിപ്പിച്ചു. ക്ഷേത്രം കെട്ടേണ്ട രീതികളും പറഞ്ഞു ധരിപ്പിച്ച് അഗസ്ത്യമുനി മറഞ്ഞു. ദേവേന്ദ്രൻ അയച്ച ശില്പിയും വിശ്വകർമാവും ക്ഷേത്രത്തിനു സ്ഥാനം കണ്ടു. രാജാവ് കല്ലിട്ട് പണികൾ തുടങ്ങി. സാക്ഷാൽ ഭഗവാൻ ധർമ്മശാസ്താവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുന്നവർ ചില വിധികൾ അനുസരിച്ചു പോരുന്നു. 41 ദിവസം സകല ലൗകിക ബന്ധങ്ങളും ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. മണികണ്ഠൻ പുലിപ്പാലിനു വേണ്ടി കാട്ടിൽ പോകുമ്പോൾ രാജാവ് കൊടുത്തയച്ച തേങ്ങയും ഭക്ഷണവും അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഇരുമുടിക്കെട്ടാക്കി തലയിലേന്തി പോകുക. ഈ കോവിലിനുള്ളിൽ ധർമ്മശാസ്താവിൻ്റെ സ്വരൂപം പ്രതിഷ്ഠിച്ചത് പരശുരാമൻ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗംഗയ്ക്ക് സമമാണ് പമ്പയെന്നും കാശിക്കു സമമാണ് ശബരിമലയുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ ജാതിമത ഭേദമന്യേ മാലയിട്ട് പമ്പയിൽ കുളിച്ച് ഇരുമുടിക്കെട്ടും തലയിലേന്തി ശരണം വിളികളോടെ സത്യസന്ധമായ പടികളും കയറി ഭഗവാന്റെ മുന്നിൽ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. സ്വാമി ശരണം.